ഈ വിമാനാപകടം നടന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉയർന്നത് ഇത് അട്ടിമറിയാണോ എന്ന ഒരു സംശയമാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യം വല്ലാതെ ഒരു പ്രതിസന്ധിയിൽ കൂടി പോവുകയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വിജയകരമായ ഒരു ദൗത്യം നമ്മൾ പൂർത്തിയാക്കി ലോകത്തിൻ്റെ മുന്നിൽ ഒരു വിജയ കിരീടം ചൂടിക്കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ ഇത്തരം വിമാനാപകടങ്ങൾ. നമ്മുടെ കേരള തീരത്ത് 2 കപ്പലുകൾ മുങ്ങിയത്, ഒരു കപ്പൽ കത്തി ജ്വലിച്ചു തീർന്നു, ഒരു കപ്പൽ മുങ്ങി. ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്ത് അതിനേക്കാളും ശക്തമാണ് എന്നതാണ്. നമുക്ക് മൗലികവാദികളുടെ ഒരു ഭീഷണി നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓരോ ഇഞ്ചും അവരോട് പൊരുതിയാണ് നമ്മുടെ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, വികസിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായി ഒരു വികസിത രാജ്യമായിട്ട് വളരാനും ജപ്പാനേക്കാളും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യമായിട്ട് മാറാനും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ഇഞ്ചിനും ഈ മതമൗലികവാദികളുടെ ചേർത്തു നിൽപ്പല അവരുടെ അക്രമത്തെ, അവരുടെ ഈ പറയുന്ന തീവ്രവാദ അക്രമത്തെ നേരിട്ടുകൊണ്ടാണ്.